നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സംഗീതത്തിന് അതിർവരമ്പുകളില്ല. മനുഷ്യരെ പരസ്പരം കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു വ്യക്തി സംഗീതം ഇഷ്ടപ്പെടുന്നത് മറ്റൊരു രാജ്യമോ ഭാഷയോ നോക്കിയല്ല, മറിച്ച് താളവും ഈണവും നോക്കിയാണ് ആളുകൾ സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത്. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. ഓരോ വർഷവും സംഗീത ദിനം ആഘോഷിക്കുന്നത് ഓരോ തീമിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വർഷത്തെ തീം ഹീലിംഗ് ത്രൂ ഹാർമണി എന്നാണ്. സംഗീതത്തിന് ഭാഷ ഉണ്ടോ? അതല്ലാതെ രാജ്യങ്ങൾ തമ്മിലോ നഗരങ്ങൾ തമ്മിലോ ഉള്ള ഭാഷയല്ല. എല്ലാ തലമുറയിലുള്ളവർക്കും സംഗീതം ഇഷ്ടമാണ്. സംഗീതത്തിന് ഒരു പ്രത്യേക പ്രായമോ കാലമോ ഒന്നുമില്ല. പിന്നെ ഒരു കാലഘട്ടം മാറുമ്പോൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ അടിസ്ഥാനമാക്കിയാണ് ഏതുതരം പാട്ടുകൾ കേൾക്കണമെന്ന് ആളുകൾ തീരുമാനിക്കുന്നത്. രാഗം, താളം, ലയം, സ്വരം, ശബ്ദം എന്നിവ ഒരുമിച്ച് ചേരുമ്പോഴാണ് മനോഹരമായ ഒരു സംഗീതം ജനിക്കുന്നത്. ഈ സംഗീതത്തെ ആഴത്തിലുള്ള പല മുറിവുകളെയും ഉണക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയായിട്ടാണ് പലരും കാണുന്നത്. വേദനകളെയും വിഷമങ്ങളെയും മാറ്റാനുള്ള മരുന്നായും സംഗീതം ഉപയോഗിക്കാം. പലരുടെയും ഒറ്റപ്പെടലുകളിൽ താങ്ങായി സംഗീതം നിലനിൽക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ ഒരു ഭാവവും സംഗീതത്തിനുണ്ട്. എന്താണ് ലോക സംഗീത ദിനം? ചരിത്രം അറിയാം. 1982 ഫ്രാൻസിൽ നിന്നാണ് സംഗീതത്തിനായി ഒരു ദിവസം മാറ്റിവെക്കാമെന്ന ആശയം മുന്നോട്ട് വന്നത്. ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയത്തിലെ സംഗീത നൃത്ത പരിപാടിയുടെ ഡയറക്ടറും ഫ്രാൻസിലെ സാംസ്കാരിക മന്ത്രിയുമായ മൗറിസ് ഫ്ലുററ്റും മറ്റ് 2 പേരും കൂടിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അങ്ങനെ ജൂൺ 21 ലോക സംഗീത ദിനമായി ആഘോഷിച്ചു. പിന്നീട് ലോകമെമ്പാടുമുള്ള ആളുകൾ സംഗീതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സംഗീതത്തിനായി ഈ ദിവസം മാറ്റിവെച്ചു. ആദ്യമായി സംഗീത ദിനാഘോഷം അഥവാ ഫെറ്റേ ഡി ലാ മ്യൂസിക് നടത്തിയത് പാരീസിലാണ്. തുടർന്ന് ഫ്രഞ്ച് തലസ്ഥാനത്തുടനീളം സംഗീതജ്ഞർ അണിനിരക്കുകയും നിരവധി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ലോക സംഗീത ദിനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും സംഗീതം ഇഷ്ടമാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. സംഗീതം കേൾക്കാൻ ഒരു ദിവസം മാറ്റിവെക്കണോ എന്ന നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. എന്നാൽ വളർന്നു വരുന്ന യുവ കലാകാരന്മാർക്കും പ്രൊഫഷണൽ ഗായകർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ കാണികൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനും അവരുടെ പുതിയ പരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനും ഓരോ സംഗീത ദിനവും അവസരം നൽകുന്നുണ്ട്. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നിപ്പിക്കാൻ ഓരോ സംഗീത ദിനത്തിനും കഴിയുന്നുണ്ട്. ലോക സംഗീത ദിന ആഘോഷങ്ങൾ 2025 ലോകമെമ്പാടും സംഗീത ദിനത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ത്യയിലും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദ്, ഡൽഹി, കേരള തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ലോകത്തിനു മുന്നിൽ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാൻ സാധിക്കും. ലോക സംഗീത ദിനത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.